ഓക്കെ. ഞാനിവിടെ വീഡിയോയിൽ വരുന്നില്ല എന്ന് പറഞ്ഞ എപ്പോഴും ഒക്കെ പരാതിയായിരുന്നു. ഭയങ്കര വെയിലാണ് ഗയ്സ്. വെയിലും മഴയൊക്കെ തൃണവൽഗണിച്ച് വേണം സൈമ ഇതൊക്കെ ചെയ്യാനായിട്ട്. സോറി. ശരിക്കും സ്മോക്കിംഗ് ഏരിയ കേട്ടോ. പുക വലിക്കേണ്ടവർക്ക് ഇതിനകത്ത് നിന്ന് വലിക്കാം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളൊക്കെ കരുതുന്നുണ്ടാവും ഞാൻ എന്തിനാണ് ഇവിടെ ചാനലിൻ്റെ ഇൻട്രോ പറയുന്നതാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്ന് മലേഷ്യയുടെ സ്വാതന്ത്ര്യദിനം പ്രമാണിച്ച് സ്വാതന്ത്ര്യദിന പരേഡ് കാണാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം മലാക്ക ലിറ്റിൽ ഇന്ത്യയാണ്. അപ്പോൾ നമ്മൾ പ്രോഗ്രാം കാണാൻ വേണ്ടി വന്നതാണ്. പിന്നെ വേറെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ വീഡിയോ എടുക്കുന്ന ദിവസം ആയിരിക്കുകയല്ല നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. കാരണം ഞങ്ങൾ ഉദ്ദേശിച്ച് വന്ന കാര്യങ്ങളെല്ലാം ഒന്നും നടന്നില്ല. മാത്രമല്ല രാവിലെ തൊട്ട് ഭയങ്കര മഴയായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ പരേഡൊക്കെ വൈകി. അപ്പം മഴയത്ത് നമുക്ക് വീഡിയോ എടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് കുറച്ച് വീഡിയോകൾ മാത്രമേ നമുക്ക് എടുക്കാനായിട്ട് പറ്റിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ബാക്കി വീഡിയോകൾ അവിടെ ഇവിടെയൊക്കെ ആഡ് ചെയ്തിട്ട് വേറൊരു ദിവസമായിരിക്കും ഞങ്ങളിത് കാണിക്കുന്നത്. സൈമ നിന്നെ കാണുന്നില്ല ഇതിനകത്ത്. അപ്പൊ ഞങ്ങൾ എവിടെ പോവാന്നറിയോ? ഇവിടെ മലേഷ്യയിലെ ചരിത്ര പ്രസിദ്ധമായിട്ടൊരു പള്ളിയുണ്ട്. അത് നിങ്ങളെ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. എന്നാലും നിങ്ങൾ ഒന്നുകൂടെ കാണിക്കാം. അപ്പൊ അത് കാണിച്ചു തരാം. മലാക്ക വേൾഡ് ഹെറിറ്റേജ് സിറ്റി. വേൾഡ് ഹെറിറ്റേജ് സിറ്റി, അതായത് യുനെസ്കോയുടെ പട്ടികയിലുള്ള ഹെറിറ്റേജ് സിറ്റികളിൽ ഒന്നാണ് ശരിക്കും മലാക്ക. നിങ്ങൾ ഈ കാണുന്നതൊക്കെ ഇവിടെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്ന ഭാഗങ്ങളാണ്. അതായത് പുരാതന കാലത്ത് ഉണ്ടായിരുന്ന കോട്ടയുടെ അവശിഷ്ടങ്ങളൊക്കെയാണ് ശരിക്കും ഇവിടെ ഇവർ ഈ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത്. അത് നല്ല കൃത്യമായിട്ട് അവർ നോക്കുന്നുണ്ട്. പുല്ലൊക്കെ വെട്ടിത്തെളിച്ച് അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് സംരക്ഷിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇതൊക്കെ കോട്ടകളായിരുന്നു പണ്ട് കാലത്തുണ്ടായിരുന്നത്. ഇവിടെ ശരിക്കും ബ്രിട്ടീഷുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, പോർച്ചുഗീസുകാർ, ജാപ്പനീസുകാർ ഇവരൊക്കെ ഭരിച്ചിട്ടുണ്ട്. പിന്നെ പോരാത്തതിന് ഇപ്പോഴും ഭരിച്ചോണ്ടിരിക്കുന്നത് അപ്പുറത്തേക്കുന്നത്. ആരാത്? ഇത് കേൾക്കുക. എന്നിട്ട് പിന്നെ വേറൊരു കഥ എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ മലാക്ക എന്ന് പറഞ്ഞത് ശരിക്കും കടലായിരുന്നു. കടലിൻ്റെ ഒരു ഭാഗമായിരുന്നു. കടൽ അവർ പിന്നീട് നികത്തിയെടുത്ത് ഒരു കരയാക്കി ഒരു ഹെറിറ്റേജ് സിറ്റിയാക്കി മാറ്റിയെന്നാണ് ചരിത്രം പറയുന്നത്. 1840 സെന്റ് ഫ്രാൻസിസ് 1849 സെന്റ് ഫ്രാൻസിസ് ചർച്ചാണ്. നമ്മുടെ നാട്ടിലെയൊക്കെ പള്ളി വെച്ച് നോക്കുമ്പോൾ നാട്ടിലെയൊക്കെ പള്ളി നല്ല അടിപൊളിയായിട്ട് എല്ലാ വർഷവും പണിഞ്ഞ് പുതുക്കി അല്ലേ, ഒരു കൊട്ടാരം പോലെ ഇരിക്കും. പക്ഷെ ഇവരുടെ ചരിത്ര പ്രാധാന്യമുള്ള പുരാനിർമ്മിതികളൊക്കെ ഒന്നും അങ്ങനെ അലങ്കോലപ്പെടുത്തത്തൊന്നുമില്ല. അതിന്റെ ആ രൂപം എങ്ങനെയാണോ അതേപടി അവർ നിലനിർത്തി. അതിൽ ചെറിയ ചെറിയ പൊട്ടലോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ ഒന്ന് മോഡിഫിക്കേഷൻ റെനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതൊരിക്കലും പൊളിച്ച് പൂർണ്ണമായിട്ടും കളഞ്ഞ് അവർ അങ്ങനെ പുതിയതായിട്ടൊന്നും പണിയില്ല. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ശരിക്കും ഇവിടെ. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ഏരിയയാണ് ശരിക്കും ഈ മലാക്ക. മലാക്കയുടെ തന്നെ ഈ ഒരു ജോങ്കർ ഏരിയയാണ് ശരിക്കും ഞങ്ങൾ ഈ നിൽക്കുന്നത്. മലാക്കയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഒരു ഭാഗമാണ് ഈ ജോങ്കർ ഭാഗം എന്ന് പറഞ്ഞത്. വെള്ളി, ശനി, ഞായർ എന്നീ 3 ദിവസങ്ങളിലാണ് ശരിക്കും ഇവിടെ ടൂറിസ്റ്റുകൾ വന്ന് നിറയുന്ന ഒരു ദിവസം. ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ ഈ 3 ദിവസങ്ങളിൽ വരും. കാരണം ഇവിടെ പ്രസിദ്ധമായിട്ടുള്ളൊരു നൈറ്റ് മാർക്കറ്റ് ഉണ്ട്. ചൈനീസിന്റെ നൈറ്റ് മാർക്കറ്റ് കാണാൻ വേണ്ടി ഒരു വെള്ളം നല്ല കലങ്ങി ഒഴുകുന്നല്ലേ. സാധാരണ ഇങ്ങനല്ല ഇവിടെ വെള്ളം ഒഴുകുന്നത് കേട്ടോ. നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, നല്ല കലക്ക വെള്ളം. ഇപ്പോൾ ഇതിനകത്തൂടെയാണ് ബോട്ട് സർവീസ് നടത്തുന്നത്. രാത്രി നല്ല രസമാണ്. നല്ല ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അടിപൊളി സ്ഥലമാണ് ശരിക്കും ഇത്. ഈ വീഡിയോ ഒന്ന് ശരിക്കും എഡിറ്റ് ചെയ്യുന്നതായിരിക്കുമല്ലോ കേട്ടോ. കാരണം ഇത് നാച്ചുറലായിട്ടുള്ള ഇതിന്റെ കളറായിരിക്കും നിങ്ങൾ കാണുന്നത്. കാരണം എല്ലാ കെട്ടിടങ്ങൾക്കും അവർ നല്ല വെറൈറ്റി കളറുകളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ നിർത്തിയിരിക്കുക. കെട്ടിടങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉള്ളത് റെസ്റ്റോറന്റുകളും ബാറുകളും ബിയർ പാർലറുകളും ഒക്കെയാണ്. നല്ല കേട്ടോ. വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരുന്ന് കഥയൊക്കെ പറഞ്ഞ് പതുക്കെ 2 ബിയറൊക്കെ സിപ്പ് ചെയ്ത് ഇങ്ങനെ ഇരുന്ന് കഥ പറയാൻ പറ്റിയ അടിപൊളി ലൊക്കേഷനാണ് ശരിക്കും. പ്രത്യേകിച്ച് വീക്കെൻഡാണ് ആൾക്കാർ കൂടുതൽ വരുന്നത്. ഇപ്പൊ ആള് കുറവാണ്. അല്ലെങ്കിൽ ഇവിടെ എപ്പോഴും തിങ്ങി നിറഞ്ഞ ആൾക്കാർ ഇങ്ങനെ പോയി വന്നോണ്ടേയിരിക്കും. ഇത് ശരിക്കും ഉച്ച സമയമാണ്. 12:30 1 മണി 12:10 ആയിട്ടുണ്ട് സമയം. അതുകൊണ്ടാണ് ഇവിടെ നമ്മള് അത്രയും ആളുകളെ കാണാത്തത്. മാത്രമല്ല കട തുറന്ന് വരുന്ന 11 മണി 12 1 മണിയൊക്കെ ആവും. വൈകുന്നേരങ്ങളിലെ ലൈഫാണ് ഇവിടെ കൂടുതലും ആൾക്കാർ എൻജോയ് ചെയ്യുന്നത്. ഇങ്ങനെ അങ്ങ് പോകാൻ വന്നാ
ഞാൻ ഇതുവഴി ബാക്കിൽ കൂടെ കറങ്ങിയതാ. പിന്നെ നമ്മൾ പറഞ്ഞ കഥ എന്താന്ന് വെച്ചാല് ഇത് എഴുതിയിട്ടുണ്ട്. ശരിക്കും ഈ തോടിൻ്റെ അക്കരക്കരയിൽ കാണുന്ന ഈ കളർഫുള്ളായിട്ടുള്ള ഈ കെട്ടിടങ്ങൾ മുഴുവൻ ബിയർ പാർലറുകളാണ്. അതിൻ്റെ കൂടെ തന്നെ റെസ്റ്റോറൻറ്റുകളും ഉണ്ടാവും. വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷമാണ് സാധാരണഗതിയിൽ തുറക്കുന്നത്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലാകുമ്പോൾ കുറച്ച് കൂടുതൽ നേരം ഇത് റൺ ചെയ്യും. വെളുപ്പിനെ 3, 4, 5 മണി വരെയൊക്കെ ചിലപ്പോൾ പ്രവർത്തിക്കും. കാരണം അത്രത്തോളം ആളുകൾ തിങ്ങി നിറഞ്ഞ് ഒഴുകുന്നുണ്ടായിരിക്കും ആ ദിവസങ്ങളിലൂടെ. സിഗരറ്റ് വലിക്കാൻ വേണ്ടി പ്രത്യേക ഏരിയ അവരിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും കൊള്ളാം. വലിക്ക് സേമാ മണം അപ്പടി. ഇത് ശരിക്കും സ്മോക്കിംഗ് ഏരിയ കേട്ടോ. പുക വലിക്കേണ്ടവർക്ക് ഇതിനകത്ത് നിന്ന് വലിക്കാം. ഇത് ഗ്ലാസ് ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ഒരു മറയാണ് ശരിക്കും. ഇവിടെ നിന്ന് വേണം പുക വലിക്കേണ്ടവർക്ക് വലിക്കാനായിട്ട്. വലിക്കണ്ടെന്നും ആരും പറയുന്നില്ല അല്ലേ? അതെ, പബ്ലിക്കായിട്ട് വലിക്കണ്ട. ആ ഒരു അതെ മര്യാദ നമ്മൾ കാണിക്കണം എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. ഇനി അങ്ങോട്ട് പോണോ? ഇതാണ് ശരിക്കും ജോങ്കർ സ്ട്രീറ്റിന്റെ ഒരു മെയിൻ എൻട്രൻസ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. നമ്മുടെ ഈ വീഡിയോകളിലൊക്കെ പലതവണയായിട്ട് ഈ ഭാഗങ്ങളൊക്കെ ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. രാത്രിയിലും അതെ, രാത്രിയിലും പകലും ഒക്കെ. കാരണം ഞാനിവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ലൊക്കേഷനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അനവധി തവണ, എത്രയോ വർഷങ്ങളല്ലേ ഇതിലൂടെ തന്നെ എന്നും പൊയ്ക്കൊണ്ടിരുന്നതും ഇവിടുന്ന് നടന്നു പോകാനുള്ള ദൂരത്തിൽ നമ്മൾ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ വീഡിയോകളിലും നിങ്ങൾ ഈ കഥയൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. ബസ്സാണ് കേട്ടോ. നമുക്ക് പോകാനുള്ള വണ്ടി ഇതല്ല. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്നാന്ന് പറഞ്ഞാല് ആൾക്കാർക്ക് നല്ലൊരു മര്യാദയാണ് ശരിക്കും അല്ലേ? നമ്മളിപ്പോ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ ഈ ലൈനിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വന്ന് നിർത്തി തരും. ജസ്റ്റ് ഇതൊന്ന് കാണിക്കട്ടെ. റിക്ഷ ഇത് ശരിക്കും നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷ പോലുള്ളൊരു സംഭവമാണ്. നമ്മൾ ചെന്നുടനെ അവര് നമ്മളെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. 1 മണിക്കൂറിന് 10 റിങ്കറ്റ്, 20 റിങ്കറ്റ്, ആ ഒരു കണക്കിലാണ് ശരിക്കും ഇവര് അതിന് ചാർജ് ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് ഇതിൽ കയറിയിട്ടുള്ളതാണ്. വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കറങ്ങി വന്നത്. അവരുടെ ഒരു ഉപജീവന മാർഗം അല്ലേ? പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർക്ക് ഓട്ടം കിട്ടുന്നുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഈ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ അതിൽ കയറി. സമയം ആയതുകൊണ്ടാണ് ഇത്രയും കാലിയായിട്ട് കിടക്കുന്നത് ശരിക്കും. അല്ലാത്ത സമയത്ത് ഇഷ്ടം പോലെ ആൾക്കാർ അതിൽ കയറി പോകുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും വൈകുന്നേര സമയങ്ങളിലൊക്കെ വന്നാല്. വെള്ളി, ശനി, ഞായറൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതലായിരിക്കും ആൾക്കാർ. രാത്രി കുറച്ചും രസമാണ്, ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത്, മാത്രമല്ല നല്ല പാട്ടും ഒക്കെ വെച്ച് നല്ല രസമാണ്. അതെ അതെ, അത് ഈ കാണുന്ന പോലെ ഒന്നും അല്ല. നല്ല പാട്ടൊക്കെ വെച്ച് നല്ല ഗംഭീര പോക്കാണ് പോകുന്നത്. ഒരു ടൂറിസ്റ്റ് ബസ് പോകുന്ന പോലെ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത്, ലേസറൊക്കെ സെറ്റ് ചെയ്തൊക്കെയാണ് അവരുടെ പോക്ക്. മലാക്ക സന്ദർശിക്കാനായിട്ട് വരുന്ന ടൂറിസ്റ്റുകൾ ഭൂരിഭാഗം പേരും ഈ ഒരു ലൊക്കേഷനിൽ എന്തായാലും എത്തും. കാരണം മലാക്കയുടെ ഹൃദയഭാഗം എന്ന് പറയാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ശരിക്കും ഈ ഒരു ജോങ്കർ സ്ട്രീറ്റിൻ്റെ എൻട്രൻസ് ആയിട്ടുള്ള ഈ ഒരു ഭാഗം. ഇവിടെ തന്നെ വളരെ പുരാതനമായിട്ടുള്ള പള്ളി, അതുപോലെ തന്നെ ക്ലോക്ക് ടവർ, പണ്ട് പുരാതന കാലത്ത് ഇവിടെ ഡച്ചുകാരും പോർച്ചുഗീസുകാരും അവരൊക്കെ ഭരിച്ചിരുന്ന കാലത്തുണ്ടായിരുന്ന, അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ, അവരുടെ കുറച്ച് സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വച്ചിട്ടുള്ള മ്യൂസിയം, പിന്നെ അതുപോലെ തന്നെ മലാക്കയുമായിട്ട് ബന്ധപ്പെട്ട കുറേ ചരിത്ര കഥകളൊക്കെ ഉള്ള ഒരു ഏരിയയാണ് ശരിക്കും ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. ശരിക്കും ക്ലോക്ക് ടവർ കേട്ടോ. ഇവിടുത്തെ ക്ലോക്ക് ടവറാണ് ഈ കാണുന്നത്. ഇത് പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. ഇവിടെ നിന്നാണ് ഇവർ മുഴുവൻ ഈ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്ന ഒരു ലൊക്കേഷൻ. 1753 പള്ളിയാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. അന്ന് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ അതൊരു മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരുവാണ്.
എല്ലാം കൊണ്ടും നല്ല അടിപൊളി ഒരു ലൊക്കേഷനാണ് ശരിക്കും ഈ ഒരു ഭാഗം. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഏറെക്കുറെ കണ്ടു തീർത്തു. ഇനി നമുക്ക് സ്വാതന്ത്ര്യദിന പരേഡുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കലാപ്രകടനങ്ങളൊക്കെ കാണാം. പക്ഷേ ഇത്രയും വർഷങ്ങളായിട്ടും നമ്മുടെ നാട്ടിലെ ഒരു സ്വാതന്ത്ര്യദിന പരേഡ് നേരിട്ട് കാണാനോ അതിൽ പങ്കെടുക്കാനോ അങ്ങനെയുള്ള ഒരു അവസരം ഇതേവരെ കിട്ടിയിട്ടില്ല. പക്ഷേ ഇവിടെ മലേഷ്യയിൽ 2 തവണ ഞങ്ങൾക്കത് കാണാൻ പറ്റി. കുറേ ഫോട്ടോകളും വീഡിയോകളും ഒക്കെ എടുക്കാൻ പറ്റി. നമ്മുടെ നാട്ടിലേക്ക് അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടാണ് പരേഡ് നടത്തുന്നത്. ഈ പരേഡിൽ ശരിക്കും നമ്മുടെ നാട്ടിൽ കൂടുതലും മിലിറ്ററി അല്ലെങ്കിൽ പോലീസ് സേനകളൊക്കെയാണ് കൂടുതലായിട്ടും പങ്കെടുക്കുന്നതെങ്കിൽ ഇവിടെ പക്ഷേ അങ്ങനെയല്ല. ഇവിടെ പോലീസ് ഉണ്ടാവും, ഇമിഗ്രേഷൻ്റെ ടീമുണ്ടാവും, ആർമി ഉണ്ടാവും, ആർമിയുടെ പല സേനകളുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ടീമുണ്ടാവും, വാട്ടർ അതോറിറ്റി, അതുപോലെ തന്നെ ട്രാഫിക് പോലീസ്, മുനിസിപ്പാലിറ്റി സ്റ്റാഫുകൾ, ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ, അതുപോലെ തന്നെ ആംബുലൻസ്, പിന്നെ മറൈൻ ടീം ഉണ്ടാവും, അതുപോലെ സ്കൂബ ഡൈവിങ്, പിന്നെ അതുപോലെ തന്നെ ഫുഡ് ഡെലിവറി ചെയ്യുന്ന കുറേ ഗ്രൂപ്പുകൾ അവരുണ്ടാവും, പിന്നെ ഹോം ഗാർഡ്. ഇങ്ങനെ കുറേയേറെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ അവിടുത്തെ ആ സ്ഥാപനത്തിലെ സ്റ്റാഫുകൾ ഇവരെല്ലാവരും ഈ പരേഡിലുണ്ടാവും. അവരാണ് ഈ വീഡിയോയിൽ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുമ്പോഴൊക്കെ അവരിൽ ഓരോരുത്തരാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് നല്ല ലെങ്ത് ഉള്ളത് കൊണ്ട് എല്ലാവരുടെയും കാണിക്കാനായിട്ട് നമുക്ക് പറ്റിയിട്ടില്ല. കുറേയേറെ കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്.
4 പാത്രം. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മലാക്കയിലെ തന്നെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്മാരകത്തിന്റെ ചുവട്ടിലാണ്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് ആ ഒരു സ്മാരകം. കാണാൻ പറ്റുന്നുണ്ടോ? കുറച്ച് കാണാം. അത്ര. ഈ സ്മാരകത്തിന്റെ ചരിത്രം എന്താന്ന് പറഞ്ഞാൽ, പണ്ട് കാലത്ത് ഇവിടെ ജാപ്പനീസ് സൈന്യം ഇവിടെ മലാക്ക ഭരിച്ചിരുന്ന അല്ലെങ്കിൽ കൈയടക്കി വെച്ചിരുന്ന ആ ഒരു സമയത്ത് അവർക്കെതിരെ പോരാടി മരണം കൈവരിച്ച ചൈനീസ് ഭടന്മാർക്ക്, പട്ടാളക്കാർക്ക് വേണ്ടി പിൽക്കാലത്ത് അവരുടെ സ്മരണാർത്ഥം അവരെ ഓർക്കുന്നതിന് വേണ്ടി പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു സ്മാരകമാണ് ശരിക്കും ഇതിൻ്റെ പേര് മലാക്ക വാരിയർ മോണുമെൻറ്റ് ഫോർ ദ ചൈനീസ് വിക്ടിംസ് ഓഫ് ദ ആൻറ്റി ജാപ്പനീസ് ഓക്യുപ്പേഷൻ എന്നാണ് ശരിക്കും പറയുന്നത്. ബുക്കിറ്റ് ചീന എന്ന് പറയുന്ന ഒരു കുന്നിൻ്റെ, ബുക്കിറ്റ് ചീന എന്ന് പറഞ്ഞാൽ ബുക്കിറ്റ് എന്ന് പറഞ്ഞാൽ കുന്നെന്നാണ് അർത്ഥം, ഹിൽ, കുന്ന്, ചൈനീസ് കുന്ന് എന്നാണ് ശരിക്കും ഈ ഒരു ഭാഗത്തിന് പറയുന്ന പേര്. ഇത് ശരിക്കും ചെറിയൊരു മൊട്ടക്കുന്ന് പോലുള്ളൊരു കുന്നാണ്. ഇതിൻ്റെ ഈ കുന്നിൻ്റെ മുകളിലായിട്ട് ഏകദേശം 12,500 മുകളിൽ ശവകുടീരങ്ങളുണ്ട്. ചൈനീസ് വംശജരായിട്ടുള്ള ആളുകളുടെ ശവകുടീരങ്ങളാണ് ഇതിൻ്റെ ഈ ഒരു ഭാഗം മുഴുവൻ, മോൾവശം മുഴുവൻ. അതിൻ്റെ താഴെ ഭാഗത്താണ് ഇവർക്ക് വേണ്ടിയുള്ള ഈ ഒരു സ്മാരകം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ ഒരു ബുക്കിറ്റ് ചീനയുടെ ചരിത്രം എന്ന് പറയുമ്പോൾ തന്നെ ചൈനയിൽ നിന്ന് ഇവിടെ കുടിയേറി പാർത്ത ആളുകൾ പിൽക്കാലത്ത് യുദ്ധാനന്തരം അവർക്ക് കുറേയേറെ പേര് മരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയൊക്കെ അടക്കം ചെയ്തിട്ടുള്ള ഒരു കുന്നാണ് ശരിക്കും ഇത്. ഈ കുന്നിനോട് ചേർന്ന് തന്നെ നമുക്ക് ശരിക്കും ഈ കുന്ന് ശ്മശാനമെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെയൊക്കെ പോലെ ഒരുപക്ഷെ പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമൊന്നുമല്ല. ആൾക്കാർക്ക് നടക്കാൻ ഇറങ്ങാനും വ്യായാമമൊക്കെ ചെയ്യാനും വെറുതെ നമുക്ക് ഈവനിങ് വാക്കിനൊക്കെ പറ്റിയ അങ്ങനെ അത്രയും ഭംഗിയായിട്ട് അവർ ഇത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ കുന്നിൻ്റെ താഴെ തന്നെ ഒരു ചൈനീസ് ടെമ്പിളുണ്ട്. മലേഷ്യയിൽ തന്നെ ഏറ്റവും അധികം ശവകുടീരങ്ങളുള്ള ചൈനീസ് ശവകുടീരങ്ങളുള്ള കുന്നുകളിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഈ ബുക്കിറ്റ് ചീന എന്ന് പറയുന്ന ഈ ഒരു പ്രദേശവും.
ഈ ബുക്കിറ്റ് ചീന ഈ ഒരു സ്മാരകത്തിൻ്റെ അടുത്ത് തന്നെ ഒരു ചൈനീസ് ടെമ്പിൾ ഉണ്ട്, ഒരു ചൈനീസ് അമ്പലം. പോ സാൻ തെങ് ടെമ്പിൾ എന്നാണ് അതിൻ്റെ പേര് പറയുന്നത്. POHSAN പോ സാൻ തെങ് ടെമ്പിൾ എന്നാണ് ആ ഒരു ടെമ്പിളിൻ്റെ പേര്. അതിന് ഒരുപാട് ചരിത്രമുള്ള ഒരു അമ്പലമാണ്. ഈ ഒരു പോ സാൻ തെങ് എന്ന പേരിൻ്റെ അർത്ഥം തന്നെ ഭൂമിയുടെ സംരക്ഷകനായ ദൈവം എന്നാണ്. ആ അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഒരു ശരിക്കും അമ്പലമാണിത്. ശരിക്കും ഈ ഒരു ടെമ്പിൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് 1795 ശരിക്കും നമ്മുടെ നാട്ടിലെ ദേവാലയങ്ങളൊക്കെ ആയിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഇവിടുത്തെ ആ ഒരു പ്രാർത്ഥനാ രീതിയും അതുപോലെ തന്നെ ഇവിടുത്തെ അതിനുള്ളിലെ വിഗ്രഹവും ഇവിടുത്തെ അകത്തെ ആ ഉള്ളൊരു സെറ്റപ്പൊക്കെ മൊത്തത്തിൽ വളരെ വ്യത്യസ്തമാണ്. ശരിക്കും ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന ഇത്രയേ ഉള്ളൂ ശരിക്കും ഒരു ചൈനീസ് അമ്പലം എന്ന് പറഞ്ഞാൽ. അതിനകത്ത് നമുക്ക് ആർക്ക് വേണമെങ്കിലും പ്രാർത്ഥിക്കാനായിട്ട് ചെല്ലാം, അല്ലെങ്കിൽ കാണാനായിട്ട് പോകാം. നമുക്ക് ക്യാമറ അല്ലെങ്കിൽ ഫോണുകളൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരുവിധ തടസ്സങ്ങളുമില്ല. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ ഒരു വെങ്കല പ്രതിമയോ അല്ലെങ്കിൽ സ്വർണം കൊണ്ടുള്ള എന്തെങ്കിലും ഒരു വിഗ്രഹമോ കാര്യങ്ങളോ ഒന്നുമില്ല. മുട്ടുകുത്തി പ്രാർത്ഥിക്കേണ്ടവർക്ക് അവിടെ ഒരു കുഷ്യൻ പോലൊരു സാധനം വെച്ചിട്ടുണ്ട്. ഇതിൽ മുട്ടുകുത്തി നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ മെയിനായിട്ട് ഇവർ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നത്, ചൈനീസുകൾ പ്രത്യേകിച്ച് ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഒരു പല വലുപ്പത്തിലുള്ള സാമ്പ്രാണി തിരികളും ഇതുപോലുള്ള ഫ്രൂട്ട്സുകളും ഒക്കെയാണ്. ഇതുപോലെ പൈനാപ്പിള്, മുസമ്പി, ആപ്പിള് ഇതൊക്കെ ആയിരിക്കും ശരിക്കും അവർ ഈ പ്രാർത്ഥനകളിൽ ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് സമർപ്പിക്കുന്ന സാധനങ്ങളൊക്കെ ഇതാണ്. അവരുടെ ദേവാലയങ്ങൾക്കകത്തൊക്കെ നമുക്ക് ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് കയറുന്നതിനൊന്നും യാതൊരുവിധ തടസ്സങ്ങളുമില്ല. പിന്നെ അതൊക്കെ വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും ക്ലീൻ ചെയ്യാനും ഒക്കെ ആൾക്കാരൊക്കെ ഒരുപാട് പേര് അവിടെ ഉണ്ട്. പിന്നെ മാത്രമല്ല ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് കൂടി ആയതുകൊണ്ട് തന്നെ എപ്പോഴും ആൾക്കാർ ഇത് ശ്രദ്ധിക്കാനായിട്ടൊക്കെ ആൾക്കാരുണ്ടാവും അവിടെ. പിന്നെ നമ്മൾ കുറച്ചുകൂടെ അകത്തോട്ട് ചെല്ലുമ്പോഴത്തേക്കും അകത്ത് ഈ ഒരു ബുക്കിറ്റ് ചീന അതുപോലെ തന്നെ ഈ ഒരു ടെമ്പിളിൻ്റെയൊക്കെ ചരിത്രം ഒരുപാട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഭിത്തിയിലൊക്കെ. ടൂറിസ്റ്റ് ഗൈഡുകളൊക്കെ ഒരുപാട് പേര് ആൾക്കാരെ കൊണ്ടുവന്ന് ഇതിൻ്റെ ചരിത്രങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മുടെ കൂടെ ഇപ്പോൾ വേറെ ഗൈഡുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ ഈ ചരിത്രങ്ങളൊക്കെ പഠിച്ചിട്ട് അങ്ങോട്ട് പറയുകയാണ്. ഈ കാണുന്നതാണ് ശരിക്കും ഈ ഒരു ബുക്കിറ്റ് ചീന എന്ന് പറയുന്ന ആ ഒരു കുന്നിൻ്റെ മാപ്പാണ്. ശരിക്കും ഒരു കിഡ്നിയുടെ രൂപത്തിലാണത് കിടക്കുന്നത്. ഞങ്ങൾ പലതവണ അതിൻ്റെ മുകളിൽ കൂടെ നടന്നിട്ടുള്ളതാണ്. കാരണം നടക്കാനായിട്ട്, അതായത് വൈകുന്നേര സമയങ്ങളിൽ നടക്കാനുള്ളൊരു സൗകര്യമൊക്കെ അതിൻ്റെ മുകളിലുണ്ട്. അത് മുഴുവൻ കല്ലറകൾ കൊണ്ട് നിറച്ച് വെച്ചിരിക്കുന്നതാണ്. ഇദ്ദേഹത്തിൻ്റെ പേരാണ് ചെങ്ഹോ. ഇദ്ദേഹം ഒരു പര്യവേക്ഷകനായിരുന്നു, ചൈനീസ് പര്യവേക്ഷകൻ. പുള്ളി പലതവണ വെസ്റ്റേൺ ഓഷ്യൻ വഴി ഇവിടെ മലാക്കയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ബുക്കിറ്റ് ചീനയും അതുപോലെ തന്നെ ഈ ഒരു ടെമ്പിളും ഒക്കെ ഉണ്ടാക്കുന്നതിൽ ഇവിടെ വരാനായിട്ടുള്ള കാരണങ്ങളിൽ പ്രധാന വ്യക്തി ഈ ചെങ്ഹോ എന്ന് പറയുന്ന ഈ പുള്ളി തന്നെ ആയിരുന്നു. ഞങ്ങൾ ഈ നിൽക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ അങ്ങോട്ട് വരുന്നുണ്ട്. ഇതൊരു ഉച്ച സമയമായിട്ട് പോലും ഇത്രയും ടൂറിസ്റ്റുകൾ അവിടെ വരുന്നുണ്ടെങ്കിൽ ശരിക്കും ഈ വീക്കെൻഡുകളിലൊക്കെ ഇതിൻ്റെക്കാളും ഒക്കെ ഇരട്ടി ആയിരിക്കും. ഞങ്ങളങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ടൂറിസ്റ്റ് ഗൈഡാണ് ശരിക്കും പുള്ളി. ഗൈഡ് അവരുടെ കൂടെ വന്നിട്ടുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ ചരിത്രങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ താണ്ടെ നല്ലൊരു ചെങ്കതളി പോലെ അവിടെ അവർ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലൊക്കെ നിന്ന് ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞങ്ങളും കുറേ ഫോട്ടോകളും വീഡിയോകളും ഒക്കെ എടുത്ത് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പതിയെ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് പോവാണ്. ജാപ്പനീസുകാർ കൈയടക്കി വെച്ചിരുന്ന ഒരു പ്രദേശമാണ് ശരിക്കും ഈ മലാക്ക. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് സ്വാതന്ത്ര്യം പിടിച്ചു വാങ്ങിയ കുറച്ച് ചൈനീസ് ആയിട്ടുള്ള പട്ടാളക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി അപ്പോൾ അതിനുശേഷം അവർക്ക് വേണ്ടി ഒരു സ്മാരകം അവർ പണിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ ഒരു സ്മാരകം. ഒരുപാട് ചരിത്രങ്ങൾ പറയാനുള്ള ഒരു നഗരമാണ് ശരിക്കും ഈ മലാക്ക എന്ന് പറയുന്നത്. മലാക്കയുടെ കുറച്ച് കാഴ്ചകൾ കൂടെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോയിലിട്ട് പോകാം. വീഡിയോയിലൊക്കെ പോയി, ഇത് ഇടയ്ക്ക് എപ്പോഴോ കാണിക്കുന്ന വീഡിയോ ആണിത്. സോറി, അത് കട്ട് ചെയ്താ മതി. അവൾ ഔട്ട് ഓഫ് മൈൻഡിലാണ് കേട്ടോ. ഭയങ്കര വെയിലാണ് ഗൈസ്. വെയിലും മഴയൊക്കെ തൃണവൽ ഗണിച്ച് വേണം സ്വയം ഇതൊക്കെ ചെയ്യാനായിട്ട്. സോറി.
അപ്പൊ നമ്മളങ്ങനെ നടന്ന് അവിടുന്ന് തിരിച്ച് നമ്മള് വീണ്ടും പള്ളിയുടെ അടുത്തത് സെന്റ് ഫ്രാൻസിസ് പള്ളിയുടെ ഫ്രണ്ടിലെത്തിയിരിക്കും. ഇവിടെ നിന്നാണ് നമ്മൾ മുമ്പേ അങ്ങോട്ട് കറങ്ങിപ്പോയത്. ശരിക്കും ജോങ്കറിന്റെ മുഴുവൻ ഭാഗങ്ങളൊന്നും നിങ്ങളെ കാണിച്ചിട്ടില്ല. കാരണം കാണിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോയിലൊന്നും തികയില്ല. കാരണം അതുപോലെ ഉണ്ട്, കുറേ ഏറെ ഉണ്ട് കാണിക്കാനായിട്ട്. കുറേ സ്ഥലങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ഈ ഒരു കുറച്ച് ഭാഗം മാത്രമേ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അങ്ങനെ കാണിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മർഡേക്ക എന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടുത്തെ സ്വാതന്ത്ര്യദിന പരേഡിന് മർഡേക്ക എന്നാണ് സ്വാതന്ത്ര്യദിനത്തിന് പറയുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യദിനവുമായിട്ട് ബന്ധപ്പെട്ട കാഴ്ചകളൊന്നും അധികം കിട്ടാത്തതുകൊണ്ട് അതിൻ്റെ കൂടെ കാണിക്കാൻ വേണ്ടി കുറച്ച് വിഷ്വൽസ് എടുക്കാൻ വേണ്ടിയാണ് ശരിക്കും ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യദിന പരേഡൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. കാഴ്ചകൾ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു മഴയായിരുന്നത് കൊണ്ട് രാവിലത്തെ കുറേ ഫുട്ടേജുകളൊക്കെ നമുക്ക് മിസ്സായി. കുറച്ച് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആ കിട്ടിയതിൻ്റെ കൂടെ മലാക്ക ഹെറിറ്റേജ് സിറ്റിയുടെ കുറച്ച് ഭാഗങ്ങളും ഹെറിറ്റേജ് ഹോട്ടൽ കേട്ടോ, റെഡ് ഹെറിറ്റേജ് ഹോട്ടൽ. 7-Eleven എന്ന് പറയുന്നത് അതിനെ കുറിച്ച് ചരിത്രം ഒന്ന് പറഞ്ഞു. 7-Eleven ചരിത്രമോ? ഇവിടെ എല്ലാ സാധനങ്ങളും അത്യാവശ്യം വേണ്ട സ്നാക്സും അതും ഇതുമൊക്കെ സാധനങ്ങൾ നമുക്ക് 24 മണിക്കൂർ കിട്ടുന്ന സ്ഥലമാണ്. അത്യാവശ്യം വെള്ളം, ബിസ്ക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ നമുക്ക് റീചാർജ് ഒക്കെ ചെയ്യണമെങ്കിൽ അവിടെ നിന്ന് ചെയ്യാം. പിന്നെ കറണ്ട് ബില്ല്, വാട്ടർ ബില്ല് ഇതൊക്കെ അടയ്ക്കണമെങ്കിൽ ബില്ലുകളൊക്കെ അടയ്ക്കാനായിട്ട് ഒരു ചെറിയൊരു അതെ. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലും 7-Eleven റിലയൻസ് ഗ്രൂപ്പുമായിട്ട് ചേർന്ന് നടത്താൻ പോകുന്നു എന്നൊക്കെ ഒരു വാർത്ത ഇങ്ങനെ കണ്ടിരുന്നു. അറിയില്ല, എന്തായാലും ബാക്കി കഥകള് ഇനിയിപ്പോ എന്നെ പറയാനുള്ള മലാക്കയുടെ ട്രഡീഷണൽ ഡ്രസ്. ഞങ്ങൾ അവിടുന്ന് ഞങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നിടത്തൊക്കെ ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നമ്മുടെ പുറകിൽ കാണുന്ന ഈ സൈഡിൽ കാണുന്നതൊക്കെ ശരിക്കും ഇവിടുത്തെ കടകളാണ് കേട്ടോ. കടകളെന്ന് പറഞ്ഞാല് ഡ്രസ്സിന്റെ ട്രഡീഷണൽ ഡ്രസ് കാണിച്ചു കൊടുത്താണ്. ട്രഡീഷണൽ ഡ്രസ്സുകൾ. ഈ മോഡൽ അതായത് മലേഷ്യയുടെ ട്രഡീഷണൽ ഡ്രസ്സാണ് ശരിക്കും. അതൊക്കെയാണ് ഈ കാണുന്നത്. ഒരെണ്ണത്തിന് 20 റിംഗിറ്റ്. ഈ സാധാരണ ഈ മോഡല് ഈ ഒരു ഭാഗത്തുള്ള കടകളൊക്കെ ശരിക്കും നല്ല എക്സ്പെൻസീവ് ആണതാണ്. 20 റിംഗിറ്റ് എന്ന് പറയുമ്പോൾ അത്ര കൂടുതലല്ല. ഈ ബാഗിൽ കാണുന്നത് നെല്ലിക്ക മരമാണ് കേട്ടോ. നെല്ലിമരം മുഴുവൻ കാപിടിച്ച് കിടക്കുകയാണ്. ഈ മലാക്കയ്ക്ക് ഈ പേര് വന്നതിലും ഈ നെല്ലിക്കയുടെ ഒരു ചരിത്രമുണ്ട്. അതായത് ഈ മലാക്ക കണ്ടുപിടിക്കുന്നത് ശരിക്കും പരമേശ്വര എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. പുള്ളി പിന്നീട് മതം മാറി ഇസ്ലാം മതം സ്വീകരിച്ചു എന്നൊക്കെയാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ പുള്ളിയാണ് ശരിക്കും ഈ മലാക്ക കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ നെല്ലിക്കായ്ക്ക് അംലക്കായ് എന്നും പേരുണ്ട്. അംലക്കായ്. അപ്പൊ ഈ അംലക്കായ് എന്നുള്ള പേരാണ് പിന്നീട് മെലാക്ക ആയിട്ട് മാറിയിരിക്കുന്നത് എന്നും ചരിത്രം പറയുന്നു. ശരിക്കും ഉള്ള കഥ തന്നെയാണത്. ഞാൻ കൈനിട്ട് പറയുന്നതല്ലത്. കൈനിട്ടല്ല, ഒറിജിനൽ ആണത്. അത് നിനക്ക് അറിയാത്തുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു ചരിത്രം മലാക്കയ്ക്കുണ്ട് കേട്ടോ. പരമേശ്വരനാണ് ശരിക്കും മലാക്ക കണ്ടുപിടിക്കുന്നത്. പുള്ളി ഇന്തോനേഷ്യക്കാരനായിരുന്നു പരമേശ്വരൻ. അപ്പൊ നമ്മള് ഏകദേശം ഈ ഒരു ഏരിയയിലെ കറക്കമൊക്കെ കഴിഞ്ഞു. എന്നാൽ പിന്നെ നമുക്ക് വീട്ടിലോട്ട് പോയേക്കാം എന്നുള്ളൊരു പ്ലാനിൽ നമ്മൾ കാണുന്നില്ലല്ലോ തന്നെ. ഇവിടെ വീഡിയോ ആണെന്ന് പറയുന്നത് ഇവള് തീരെ ഇപ്പൊ സ്ക്രീനിലോട്ട് വരികയില്ല, ക്യാമറയുടെ മുന്നിൽ വരികയില്ല. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. വേണ്ട ഗൈസ്, ആരും ലൈക്ക് ചെയ്യേണ്ട, ഷെയർ ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. ഇവിടെ വീഡിയോക്ക് ആരും ലൈക്ക് കൊടുക്കരുത്. ഇവള് വേറെ ഉടായ്പായിട്ട് വന്നിരിക്കുക. വേറെ ഉടായ്പല്ലേ എന്റെ ഹസ്ബൻഡ് ഉടായ്പ. അതെന്തായാലും നടക്കല്ല, ഇത് പിടിച്ച്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്.